മുസ്ലിം ലീഗിന്റെ യുവജന നേതാവ് തീപ്പൊരി നേതാവ് പി കെ ഫിറോസാ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ കിടപ്പുണ്ട്, യൂട്യൂബിനകത്തൊക്കെ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്കറിയാമോ രാഹുൽ ഗാന്ധി ആരാണെന്ന്? ആ മനുഷ്യൻ ഈ രാജ്യത്തിന് വേണ്ടി എന്തും വേണ്ടി ത്യാഗം അനുഷ്ഠിക്കുന്നുണ്ടോ നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പ് അദ്ദേഹം എന്തെങ്കിലും പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്. ഈ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം അദ്ദേഹം മാറ്റിവെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ കൊച്ചുമോനാണ്. അപ്പൊ തന്നെ എല്ലാവർക്കും പിന്നെ മലപ്പുറത്തായിട്ട് കുഴപ്പമില്ല, അവർക്ക് ഇവർ പറയുന്നതൊക്കെ വേദവാക്യ തെരഞ്ഞ് കണ്ടുപിടിക്കാൻ മെനക്കിടത്തുമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവർ മലപ്പുറത്ത് ചെന്നിട്ടുള്ളവർക്കെ മനസ്സിലാക്കും മലപ്പുറം മോശമായിട്ടുള്ള കാര്യമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വലിയ ആദ്യത്തെ മര്യാദ പക്ഷെ അവിടെ സമ്പന്നരല്ല ഒരു കൂട്ടവും. മുസ്ലിങ്ങൾക്കകത്തുള്ളൊരു വലിയ പ്രശ്നമാണ് ഈ ദരിദ്ര മുസ്ലിങ്ങളെല്ലാം വേറെ കൂട്ടവുമാണ്. അവർ ഈ ഇപ്പം ഈ സമ്പന്നത എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയുടെ അതേ ഒരു ബിസിനസ് ആണെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള മറ്റൊരു ബിസിനസ് ആയിരിക്കും. ഇവരെല്ലാം ഒറ്റക്കെട്ട ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ ദരിദ്രന്മാരല്ലെങ്കിൽ പണക്കാരല്ലാത്തവരുള്ള, എന്നാൽ സമ്പന്നന്മാർ ഏറ്റവും കൂടുതൽ ഉള്ളിടത്തും പണക്കാരല്ല ഉള്ള ഒരു സംവിധാനം. അത് മുസ്ലിങ്ങൾക്കിടയിലും അങ്ങനെ തന്നെ ഉണ്ട്. അവരെ നമ്മളൊരു വലിയ ന്യായമൊക്കെ പറയുമ്പോഴും ഇവരെ ഒരു സിസ്റ്റത്തിൽ അവർ കാണത്തുള്ളൂ, സമ്പന്നരല്ലാത്തൊരു രീതിയിലേ കാണത്തുള്ളൂ. പിന്നെ ഈ ഭാഗത്തങ്ങൾ ഇത് കേട്ടോളൂ, വോട്ട് ചെയ്തോളും, അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തിക്കോളും. ഇവരെ പിന്നെ ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ വേറെ ലൈനിൽ ഇങ്ങനെ ഒരുമിപ്പിച്ച് നിർത്താനൊക്കെ ഉള്ളൊരു കാര്യങ്ങളുണ്ട്. പിന്നെ അത്യാവശ്യം ഇപ്പം നമ്മൾ പറയത്തില്ലേ 4 നേരം ഭക്ഷണം കഴിക്കേണ്ട ഒരാൾക്കേ ഭക്ഷണം കൊടുക്കാതിരുന്നിട്ട് ഒരു നേരം കൊടുക്കുന്നതിനോട് എന്തൊരു വിധേയത്വം. അപ്പം അങ്ങനത്തെ ആതുര സേവനം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും മറിച്ചതും ഒക്കെ ഇവർക്കുണ്ട്. ആ രീതിയിലൊക്കെ ഇപ്പം നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അതൊരു ടെക്നിക്കാണ്. കാരണം മൊത്തത്തിൽ ഇപ്പം 4 നേരം കൊടുക്കാനുള്ള സംവിധാനം ഇൻഡയറക്റ്റ് ആയിട്ട് ധന്യയ്ക്ക് ഒരുക്കി തരുന്നതിനെക്കാട്ടിയും ധന്യയ്ക്ക് എന്നോട് വിധേയത്വം തോന്നുന്നു പറഞ്ഞാൽ ഒന്നും തരാതെ ഇട്ടിട്ട് ഞാൻ അല്പം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും കഴിച്ചോ എന്നാ ഇത് വെച്ചു, അപ്പം മനസ്സിലാവത്തില്ല അയാളാണ്. ഇതാണ് മുസ്ലിം ലീഗ് അവിടെ അവലംബിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ടെക്നിക്ക്.